ഹായ്, ഇന്ന് നമ്മൾ CUETയുടെ ഫ്രാക്ഷൻ സിംപ്ലിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള PYQs ആണ് നോക്കുന്നത്. ഇതൊരു സിംപ്ലിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ നമ്മൾ ബോർഡ് മാസ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്, ദെൻ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് ഡിവിഷൻ ആണ്. സോ നമ്മൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഓപ്പറേഷൻ. സോ 24/4 which is equal to 6. Next one multiplication ആണ്. So 6 into 2 12. 12 plus 8 then minus 4. So 20 minus 4 which is equal to 16. So option C is the correct answer. ഇതൊരു ഫ്രാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ലാർജസ്റ്റും സ്മോളസ്റ്റും ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് LCM എടുത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കിയതിന് ശേഷം ആ ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഡെസിമൽ വാല്യൂ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 1.2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.5 ആണെന്ന്. 8 divided by 11 ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 0.7 സംതിങ് ആണ് വരുന്നത്. 8/11. അതേപോലെ 7/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 0.87 ആണ് വരുന്നത്. അതുപോലെ 7/9 ദാറ്റ് ഈസ് ഓൾസോ 0.7 സംതിങ്. 5/6 ആണെങ്കിൽ ഇവിടെ നിന്ന് കമ്പയർ ചെയ്താൽ 0.87 ആണ് ഗ്രേറ്റസ്റ്റ്, ദാറ്റ് ഈസ് 7/8. സ്മോളസ്റ്റ് 0.5 ആണ്, വിച്ച് ഈസ് 1/2. സോ നമ്മളിവിടെ കാണേണ്ടത് 7/8ഉം 1/2ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫ്രാക്ഷൻസിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. സോ 7/8 മൈനസ് ഇവിടെ വരുന്നത് 4/8 വിച്ച് ഇസ് ഈക്വൽ ടു 3/8. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. എഗെയിൻ ഒരു സിംപ്ലിഫിക്കേഷൻ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വന്നിരിക്കുന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഡിവിഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ട ഓപ്പറേഷൻ. സോ 3/3 ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. സോ 4 മൈനസ് 1 പ്ലസ് 5. അപ്പോൾ നമുക്ക് അഡിഷൻ ചെയ്യുവാണെങ്കിൽ 4 + 5 9 മൈനസ് 1 ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടും. സോ ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് 0.04 ഇൻറ്റു 4 ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.16 ആണ്. എഗെയിൻ 0.004 ഇൻറ്റു 4 ആകുമ്പോൾ നമുക്ക് വരുന്നത് 0.016 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. 0.16 മൈനസ് 0.016. ഇവിടെ നമ്മൾ ഡെസിമൽസിൻ്റെ സബ്ട്രാക്ഷൻ ചെയ്യുമ്പം അതിൻ്റെ പ്ലേസ് വാല്യൂസ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് വേണം ചെയ്യാൻ. സോ 10 മൈനസ് ഇവിടുന്ന് നമ്മൾ 1 ബോറോ ചെയ്യാം. 10 മൈനസ് 6 4, ദെൻ 5 മൈനസ് 1 4 1. സോ 0.144 വിച്ച് ഈസ് ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. നമുക്ക് സിംപ്ലിഫിക്കേഷൻ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിനകത്തുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 6 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 into 4 24 plus 1 25/4 into 1 1/15 ആണ്. സോ 15 plus 1 16/15. നമുക്ക് ക്യാൻസൽ ചെയ്യാം, 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ 3 and 5. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 20/3 ആണ് ബ്രാക്കറ്റിനകത്ത് വരുന്നത്. സോ ഇനി നമുക്ക് ഇതെല്ലാം ഇംപ്രോപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 4 into 3 12 plus 1 13/3 പ്ലസ് 10/3 ഇൻറ്റു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഡിവിഷൻ ഓപ്പറേഷനാണ്. 1 4/5. സോ വിച്ച് ഈസ് 5 + 4 9/5 9/5 ഇൻറ്റു 3 3/4 ഈസ് 3 into 4 12 plus 3 15/4 ആണ്. സോ നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം. സോ 4/15. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 5 വിച്ച് ഈസ് 12/25. സോ നമുക്ക് ഈ പ്ലേസിൽ 12/25 കൊടുക്കാം. ഇൻറ്റു ഓൾറെഡി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 20/3 ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും നമുക്ക് ഈ ഫ്രാക്ഷനാണ് ഡിവിഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 2/3 ഡിവൈഡഡ് ബൈ 5/6. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2/3 ഇൻറ്റു 6/5 ആണ്. നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 4/5 ആണ് വരുന്നത്. സോ 4/5 ഇൻറ്റു 2/3. സോ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 2 5
again 3 and 4, 5 and 20. സോ നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്നത് 32/3 ആണ്. സോ ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ പാർട്ടിൽ 13/3 പ്ലസ് 32/3 ഹോൾ ഡിവൈഡഡ് ബൈ 8/15 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 45/3 ഇൻറ്റു 15/8. എഗെയിൻ ക്യാൻസൽ ചെയ്യാം നമുക്ക്. സോ ദിസ് ഇസ് ഈക്വൽ ടു 225/8 വിച്ച് ഇസ് ഈക്വൽ ടു 225/8. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 28 1/8. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.